ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് ഇപ്പോൾ ശബരിമലയുടെ പൂർവ്വ ചരിത്രങ്ങളൊക്കെ ചിലർ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ വിവാദമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇപ്പോഴും ശബരിമല തീവയ്പ്പ്. 1950 ആ തീവയ്പ്പിന് ശേഷമുള്ള നവീകരിച്ച ശബരിമലയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. പിന്നീട് വന്നിട്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ചെമ്പുപാളി നീക്കി സ്വർണ്ണപ്പാളിയാക്കി. അതിനെ ഇപ്പം വീണ്ടും ചെമ്പുപാളി ആക്കിക്കൊണ്ടിരിക്കുന്നു. ചെമ്പ് തെളിഞ്ഞു. അതെ, ചെമ്പ് ആളി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പൂർവ്വകഥയിലേക്ക് പോകുമ്പോൾ പലരും അത് തെറ്റായ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശബരിമല തീവയ്പ്പ് തന്നെ. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു വെർഷൻ, ഇന്ന് ഒരു റിട്ടയർഡ് SP ആണ് അതിനെ പറ്റിയിട്ടൊരു വെർഷൻ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിറകെയുള്ള അജണ്ട എന്താണെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ആ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത് 1939 തിരുവിതാംകൂർ മഹാരാജാവും റാണിയും അമ്മ റാണിയും സഹോദരനും CP രാമസ്വാമി അയ്യരും കൂടെ ചേർന്ന് ശബരിമല സന്ദർശിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ അവരെടുത്തിരുന്നു എന്ന് പറയുന്നു. ഇത് ഒരു നറേഷനാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു 50 തീവയ്പ്പുണ്ടായി എന്ന് പറയുന്നു. ആ വാക്കുകളിൽ തന്നെ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുന്നു. വെറും തീവയ്പ്പല്ല എന്ന് നടന്നത്. തീ വെച്ചത് തിടപ്പള്ളിക്കാണ്. ശബരിമല ശാസ്താവിൻ്റെ കൈയും തലയും വെട്ടി വികൃതമാക്കിയ ഒരു കാര്യത്തെപ്പറ്റി ഈ വീഡിയോയിൽ പറയുന്നതേയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അദ്ദേഹത്തിന് അറിവില്ല. ഒരു കൈ നഷ്ടപ്പെട്ടു, തലയും വെട്ടി ഇത് കേട്ടു. ശ്രീകോവിലിനകത്ത് മണ്ണെണ്ണപ്പാട്ടേ ഉണ്ടായിരുന്നു. എന്നിട്ട് തീയിട്ടത് തിടപ്പള്ളിയിലായിരുന്നു തീയിട്ടത് കൂടുതലും. എന്നിട്ട് അടുത്ത ഒരു നറേഷൻ പറയുന്നത് അന്ന് അവിടെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ക്ഷാമം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് മറവര്, അതായത് തമിഴരാണോ ഉദ്ദേശിച്ചത്, മറവര് തമിഴരാണോ ഏത് ജാതി മതവിഭാഗം എന്ന് പറയല്ല, മറവരെന്ന് പൊതുവേ പറയുന്നതാണ്. അതൊരു സ്ഥലത്തിൻ്റെ ഐഡൻറ്റിറ്റി ആണോ ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി ആണോ എന്ന് എനിക്കത് ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കാര്യം പലയിടത്ത് ഈ മറവൻ എന്നുള്ള വാക്ക് പല അർത്ഥത്തിൽ തിരുവിതാംകൂറിൽ ഉപയോഗിച്ച് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെപ്പറ്റി നമുക്കത് പറയുന്നത് ശരിയല്ല. അപ്പോൾ അവരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം നമ്മൾ ചോദിക്കാതെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ വെടിക്ക് എന്നാണ് പറയുന്നത്. വെടിക്ക് വന്നിരുന്ന ചില ക്രിസ്ത്യാനി കുടുംബങ്ങൾ എന്നാണ് പറയുന്നത്. വെടി എന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ അയ്യപ്പൻ്റെ പുലിവാഹന അയ്യപ്പൻ്റെ പുലികളെ വെടിവെച്ച് വേട്ടയാടാൻ വന്നവരെയാണ് അദ്ദേഹം വെടിക്ക് വന്ന ചില കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികളെ പേര് പറയുന്നുണ്ട്. അവരൊന്നും അല്ല വെടിവെച്ചിരുന്നത്. ഇദ്ദേഹം കണ്ടതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ നറേഷൻ. പക്ഷെ ആ കുടുംബക്കാരും ഇന്നില്ല. വലിയ ദുരന്ത പര്യവസായിയായിട്ട് മാറി. അതല്ല, ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചോദ്യങ്ങളൊന്നുമില്ല, ഫാക്റ്റുകളൊന്നുമില്ല, ആരും ചോദിച്ചിട്ടുമില്ല. ഇദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഫാക്റ്റുകളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കുറേ പഴയ സാധനങ്ങൾ അവതരിപ്പിക്കുകയും ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ അവിടെ നിന്ന് മറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ശബരിമലയിൽ വെടിക്ക് വന്നിരുന്ന ക്രിസ്ത്യാനികൾ തോക്കുമായിട്ട് വന്ന് താഴെ മലയിൽ താമസിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റിക്ക് ഒരു ബലം ഉണ്ടായിരുന്നു. അപ്പം ഈ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നവരെ സെക്യൂരിറ്റിക്കാരാക്കി. അന്ന് അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നമുക്കെല്ലാം അറിയാം. ഇല്ല. അപ്പോൾ ഇവർ അവിടെ വെടിക്ക് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നായാട്ടിന് വന്നവർ എന്തായാലും സാത്വികരൊന്നും ആയിരിക്കത്തില്ല. അവരാണ് കത്തിച്ചെന്ന് നമ്മൾ കണ്ടിട്ടില്ല, നമ്മളാരും ആക്ഷേപിച്ചുമല്ല. പക്ഷെ അവരല്ല എന്ന് എടുത്തു പറയാൻ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ത്വര എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമലയെ പറ്റിയിട്ട് പറയുന്നതെല്ലാം വിവാദമായ സമയത്ത്. അപ്പോൾ കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം, കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം ഇത് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന കാര്യം 1939 മഹാരാജാവ് സന്ദർശിച്ച കാര്യം, ഫോട്ടോ എടുത്ത കാര്യം, പിന്നെ അതുപോലെ ഉപയോഗിച്ചിട്ടാണ് പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കിയതെന്നും പക്ഷേ ഇത് നശിപ്പിച്ചത് ക്രിസ്ത്യാനികളല്ല എന്നും പറയുമ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹം സംസാരിച്ചതിലെ ലോജിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത് ഹിന്ദുവും ക്രിസ്ത്യനും അല്ലാത്ത ഏതോ ഒരു മതവിഭാഗത്തെ പുതുതായിട്ട് ശബരിമല ആക്രമണമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മറവർ ഹിന്ദുക്കളാണെന്ന് അദ്ദേഹം പറയുന്നില്ല. ഹിന്ദുക്കൾ എന്തായാലും അമ്പലം തകർക്കേണ്ട ആവശ്യമില്ല. അപ്പം
ഹിന്ദുക്കളും ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വിഭാഗം വന്നു, തമിഴ്നാട്ടിൽ നിന്നുള്ള ആക്രമണകാരികളാണ് വന്ന്. അല്ല, ഈ ശബരിമല ആക്രമിക്കാനായിട്ട് വന്നതിൽ മറ്റ് ചരിത്രം പറയുന്നത് ഉദയനനുണ്ട്. ഉദയനനെ കീഴ്പ്പെടുത്തിയിട്ടാണ് അത് ശബരിമല അയ്യപ്പന്റെ സമയത്ത്. ഇത് 1950 കാര്യമാണ് പറയുന്നത്. 50 കാര്യത്തിൽ അല്ല, ആ ഉദയനന് അതേ ഉള്ളു ശബരിമല ആക്രമിക്കാൻ വന്നത്, അല്ലാതെ പിന്നെ ആരും ശബരിമല ആക്രമിക്കാൻ വന്നില്ല. പിന്നെ നടന്നത് ഈ തീവയ്പ്പാണ്. ഈ തീവയ്ക്കാൻ വന്നത് മലബാറിൽ അല്ല, തമിഴ്നാട്ടിൽ നിന്നും മറവപ്പടയാണ് വന്നതെന്നും തീ വെച്ചതെന്നും അവർ അരിയും ശർക്കരയും മോഷ്ടിച്ചിട്ട് പോയതാണെന്നും ഒക്കെയാണ് ഇദ്ദേഹം കണ്ടെത്തിയ വെളിപ്പെടുത്തൽ. ഇദ്ദേഹത്തെക്കാളും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു DIG കേശവ മേനോൻ ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചു. ആ റിപ്പോർട്ട് ഇന്നുവരെ വെളിച്ചം കണ്ടിട്ടില്ല. പലരും ആ റിപ്പോർട്ട് എന്നുള്ള പേരിൽ പല റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് എന്ന് ചോദിച്ചാല് ശബരിമലയുടെ കാര്യത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഒന്ന്, ശബരിമല തീവയ്പ്പ്. 2, പുൽമേട് ദുരന്തം. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഹിൽ ടോപ്പിൽ നടന്നിട്ടുള്ള ആ റിപ്പോർട്ട്. കാരണം ഇതിനകത്തൊക്കെ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇതിനകത്ത് കമ്മ്യൂണൽ പ്രശ്നമാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ കാഞ്ഞിരപ്പള്ളിയിലെ നസ്രാണി കുടുംബത്തിന് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് ഇദ്ദേഹം സ്ഥാപിച്ചത് എന്തിൻ്റെ പുറത്താണെന്ന് വെച്ചാൽ വെറുതെ ഊഹത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ ആ സമുദായത്തോടുള്ള സ്നേഹത്തിൻ്റെ സ്വസമുദായ സ്നേഹം കൊണ്ടായിരിക്കണം എന്ന് നമുക്കത് വ്യക്തമാകും. പക്ഷേ എന്തായാലും ഇങ്ങനെ വളച്ചൊടിക്കേണ്ടതായ ഒരു കാര്യം വരുന്നില്ല. ഇദ്ദേഹം പരസ്പര ബന്ധമില്ലാത്ത 2-3 കാര്യങ്ങൾ പറയും, അതിനെ ഒരു കൂട്ടിച്ചേർപ്പില്ലാതെ നമുക്ക് വിട്ടുതരികയും ഇതുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത 4ാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോവുകയും ചെയ്യുന്ന ഒരു രീതി കാണുമ്പോഴത്തേക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവും കാര്യമില്ല. അപ്പം ഒരു അജണ്ട ഇല്ലാതെ അതൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടായിരിക്കണം അദ്ദേഹം സംസാരിച്ചത്. കാര്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, വേറൊരു സമുദായമാണ് ഇതുണ്ടാക്കിയെന്ന് വരുത്തി തീർത്ത് ആ ഫാമിലിയെ, ഇത് ഏത് ഫാമിലിയാണോ ഇത്രയും ദുരന്തങ്ങൾ ഏർപ്പെട്ടത് ആ ഫാമിലിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു ശ്രമമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് മാനിക്കാം. ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആ വിഷയങ്ങളെയൊക്കെ തമസ്കരിക്കാനാണോ എന്നറിയത്തില്ല. അതെ, പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് നിലവിലുള്ള വിവാദങ്ങളെ, അതായത് ഒരു വിവാദത്തിനേക്കാളും വലിയ വിവാദം കൊണ്ടുവരുമ്പോഴത്തേക്ക് ആൾക്കാർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ ആ വഴിക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ശബരിമലയുടെ കാര്യത്തിനകത്ത് ഈ കാലമാണ് ഇതിനകത്ത് പലപ്പോഴും പല കാര്യങ്ങളും തെളിയിച്ചിട്ടുള്ളത്. ശബരിമലയിലെ തീവയ്പ്പിനെ തുടർന്ന് ആ തീവെച്ച, അതായത് അവിടെ അതിനകത്ത് നടന്നിരുന്ന ഒരു ഭ്രാന്തനെ 20 രൂപ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ കുടുംബക്കാർ പിന്നീട് രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവരും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ സഹോദരന്മാര് പരസ്പരം വെടിവെച്ച് മരിച്ചു എന്നൊക്കെയാണ് കേട്ടറിവ്. അപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളി ഭാഗത്ത്, മുണ്ടക്കയം ഭാഗത്തുള്ള ഒരു കുടുംബമാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ശബരിമല ആ കാലത്ത് അതിനിഗൂഢം ആയിട്ടുള്ള ഒരു ഏരിയയാണ്, വനം തന്നെ, ഒരു വികസനം ഇല്ലാതിരുന്ന ഒരു ഏരിയ. അല്ലെ, ഇപ്പോഴും വനം തന്നെയാണ്. പിന്നെ അതിനകത്ത് ആ ശബരിമലയുടെ ആ ഭാഗം മാത്രം ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു 58 ഏക്കർ മാത്രമാണ് ഇത്തരത്തിലുള്ള സമുച്ചയങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും അയ്യപ്പന് ഇത്തരം കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. അയ്യപ്പനെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആളാണ്. ഈ SP സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. അല്ല, അദ്ദേഹം ഇത് പറഞ്ഞത് ഇനി ഇതിനകത്തൊരു പുനരന്വേഷണം ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ്. ഇതിൽ ഇനിയിപ്പോൾ എന്ത് പുനരന്വേഷിക്കാനാണ്? 75 വർഷത്തിന് ശേഷം ഇപ്പം നമ്മൾ ഗാന്ധി വധം ഇപ്പോൾ പുനരന്വേഷിക്കാൻ പറ്റും? ഏകദേശം അത്രയും പഴക്കമുള്ള ഒരു കാര്യമാണിത്. ഇപ്പോൾ എന്തായാലും ശബരിമലയും അയ്യപ്പനും വാർത്തകളിൽ നിറയുന്നുണ്ട്. ആൾക്കാർ അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. നല്ലതായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.